കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെസഹ കുഞ്ഞാടും കർത്താവിന്റെ ക്രൂശീകരണവും, ഈ വിഷയമാണ് ഇന്ന് നാം ചേർന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പെസഹ പഴയ നിയമത്തിലും കർത്താവിന്റെ ക്രൂശീകരണം പുതിയ നിയമത്തിലും നിറവേറിയ രണ്ട് ബിബ്ലിക്കൽ ഇൻസ്റ്റൻസ് ആണ്, രണ്ട് മഹത്തായ സംഭവങ്ങളാണ്. എന്നാൽ പഴയ നിയമത്തിലെ പെസഹായിലൂടെ എങ്ങനെ കർത്താവിന്റെ ക്രൂശീകരണത്തെ വരച്ചു കാണിക്കുന്നു, കർത്താവിന്റെ ക്രൂശിലേക്ക് എങ്ങനെ വിരൽ ചൂണ്ടുന്നു, ആ ക്രൂശീകരണത്തിൽ കൂടി നടക്കുന്ന സംഭവങ്ങളൊക്കെ എങ്ങനെ ലോകത്തിന് ആ പെസഹ പെരുന്നാളിലൂടെ വെളിപ്പെടുത്തി തുടങ്ങിയിരുന്നു എന്ന് നാം ചേർന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. കർത്താവിന്റെ ആ പ്രായശ്ചിത്ത യാഗം, ആ പ്രോപ്പിച്ചിയേഷൻ ഡെത്ത്, അതിന്റെ പ്രത്യേകത, അതിന്റെ ഇമ്പോർട്ടൻസ്, പെസഹ ിലൂടെ എങ്ങനെ അത് നമുക്ക് മുന്നമേ അറിവ് തരുന്നു എന്നുള്ളൊരു വിഷയമാണ്, ഒരു ലഘു ചിന്തയാണ് നാം ഇന്ന് ഈ വിഷയത്തിലൂടെ കവർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ അതിലുടനീളം ഈ പെസഹായെ കുറിച്ചുള്ളതും അത് എങ്ങനെ ആചരിക്കണം, ആ പെസഹ കുഞ്ഞാട് അത് എങ്ങനെയാ ആ കുഞ്ഞാടിനെ എടുക്കണം, അതിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കണം, അതിനെ എങ്ങനെ അറക്കണം, ആരറക്കണം, ഏത് നേരത്ത് അതിനെ അറക്കണം, അതിന്റെ ബ്ലഡ് കൊണ്ട് എന്ത് ചെയ്യണം, അതിന്റെ മാംസം കൊണ്ട് എന്ത് ചെയ്യണം, ഈ വിവരങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം. അതിൽ പറയുന്നതിന് പ്രകാരം അബീബ് മാസം 14-ാം തീയതി ഈ പെസഹ അവർ ആചരിക്കണം. ഞാനൊരു വാക്യം കാണിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആവർത്തന പുസ്തകത്തിലും ഈ കാര്യം തന്നെ പറയുന്നത് കാണാം. ആവർത്തന പുസ്തകം 16-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്: അബീബ് മാസം 1-ാം ആചരിച്ച് നിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ കൊണ്ടാടണം. അബീബ് മാസത്തിലല്ലോ നിന്റെ ദൈവമായ യഹോവ രാത്രിയിൽ നിന്നെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചത്. അതായത് ഇവർക്ക് മിസ്രൈമിൽ നിന്നുള്ള ഒരു പുറപ്പാട്, ആ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നുള്ള ഒരു വിടുതൽ, അത് ഓർക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു പെരുന്നാളാണ് ഈ പെസഹ പെരുന്നാൾ. They used to follow this Passover to commemorate the deliverance from the bondage of Egypt. അവിടുത്തെ ആ ഒരു അടിമത്തത്തിൽ നിന്നും അവിടെ നിന്നുള്ള സംഹാരകനിൽ നിന്നും ഉള്ള ഒരു വിടുതൽ, ആ വീണ്ടെടുപ്പ്, അതിനെ ഓർക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു പെരുന്നാളാണ് ഈ പാസ് ഓവറിന്റെ പെരുന്നാൾ. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ പെരുന്നാളും അതിനോടനുബന്ധിച്ചുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളും അവർ ആചരിച്ചു വരുന്നു. ഈ കാലാകാലങ്ങളായിട്ട് തലമുറയായിട്ട് അവർ ചെയ്തു വരുന്ന ഒരു ഉത്സവമാണ്, പെരുന്നാളാണ് ഈ പെസഹ പെരുന്നാൾ. ഞാൻ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരികയാണ്. അതിന്റെ 1 മുതൽ 8 വരെയുള്ള ചില വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുക്കുന്നത്. ഞാൻ ആദ്യം ഒന്നൊന്ന് കാണിച്ച് അതൊന്ന് വായിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവന്റെ വീട്ടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിനൊത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. 6-ാം വാക്യം: ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറക്കണം. അതിന്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടളക്കാൽ 2-ന്മേലും കുറുമ്പടിമേലും പുരട്ടണം. 8-ാമത്തെ വാക്യം: അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം. കയ്പ് ചീരയോടുകൂടി അത് തിന്നേണം. ഞാനിവിടെ ഒന്ന് നിർത്തുകയാണ്. 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തത് എന്തെന്നാൽ, ഈ ഒരു വാക്യത്തിലേക്ക്, ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. അവിടെ പറയുന്നത് അവരുടെ നേതാവായിരുന്ന, അവരുടെ വിമോചകനായിട്ട് ദൈവം വിളിച്ച മോശയുടെ കൂടെ തനിക്ക് തുണയായി ദൈവം ചേർത്ത് കൊടുത്ത അഹരോനും, അവര് 2 പേരോടും ദൈവം പറയുന്ന ഒരു ആലോചനയാണ് 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത്. അവിടെ പറയാണ്, ഈ യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അവരോടൊന്ന് പുറപ്പെടുന്നതിന് മുൻപായിട്ട് അരുളി ചെയ്തത് എന്തെന്നാൽ, 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ
ഒന്നാമത്തെ മാസമായിരിക്കണം. വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ഇവിടെ കർത്താവ് അവരോട് അരുളി ചെയ്യുന്നത്. അതായത് അവരുടെ മാസം, ഈ അബീബ് മാസം അവരുടെ കലണ്ടറിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ മാസമാണ്. അന്ന് വരെ ആ ഒരു ലൂണാർ കലണ്ടർ അവർ ഫോളോ ചെയ്യുന്നത്. 364 ദിവസം ആണ്ടിലുള്ള ഒരു ലൂണാർ സോളാർ കലണ്ടറാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ മാസമാണ് അബീബ് മാസം എന്ന് പറയുന്നത്. എന്നാൽ ദൈവം അവരോട് ഇവിടെ പറയുകയാണ്, ഈ അബീബ് മാസം നിങ്ങൾക്ക് ആണ്ടിന്റെ ആദ്യത്തെ മാസമായിരിക്കണം. ഇൻഫാക്ട് ദൈവം ഇവിടെ ഒരു റിലീജിയസ് കലണ്ടർ ആരംഭിക്കുക, ഒരു പുതിയ കലണ്ടർ അവരോട് ആരംഭിക്കുവാനായിട്ട് പറയുക. അങ്ങനെ ആരംഭിക്കുമ്പോൾ അബീബ് മാസം അതിന്റെ ഒന്നാമത്തെ മാസമായിരിക്കണമെന്ന് പറയുക. ദൈവത്തിന് വേണമെന്നുണ്ടെങ്കിൽ ദൈവം സൃഷ്ടിപ്പ് നടത്തിയ ഏദൻ തോട്ടത്തിൽ ആദമിനെയും ഹവ്വായെയും സൃഷ്ടിച്ച ആ ഒരു മാസം അത് കണക്ക് നോക്കി ദൈവത്തിന് വേണമെങ്കിൽ അങ്ങനെ കൽപ്പിക്കാമായിരുന്നു, ഈ മാസമായിരിക്കണം നിങ്ങളുടെ ആണ്ടിന്റെ ഒന്നാമത്തെ മാസം എന്ന് വേണമെങ്കിൽ കൽപ്പിക്കാമായിരുന്നു. അല്ല, നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് ശേഷം ദൈവം ഒരു പുതിയ ജനറേഷൻ ആരംഭിക്കുക, 4 കുടുംബത്തിൽ നിന്ന് എല്ലാവരെയും വൈപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു പുതിയ ആരംഭം അവിടെ തുടങ്ങിയ. അത് ഏതു മാസം തുടങ്ങിയോ വേണമെങ്കിൽ അത് ഒന്നാമത്തെ മാസം ആക്കാമായിരുന്നു. ഇല്ല, അബ്രഹാമിനെ വിളിച്ചിട്ട് ഒരു പുതിയ പദ്ധതി ദൈവം ആരംഭിക്കുന്നു, അതിനെ വേണമെങ്കിൽ അവർക്ക് ആണ്ടിന്റെ ആദ്യത്തെ മാസമാക്കി കൊടുക്കാമായിരുന്നു. എന്നാൽ അതൊന്നുമല്ലാതെ ഈ പെസഹ, ഈ കുഞ്ഞാട് അറുക്കപ്പെടുന്ന ആ മാസം നിങ്ങൾക്ക് ആണ്ടിന്റെ ആദ്യത്തെ മാസമായിരിക്കണം. അത് മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും സംഹാരകനിൽ നിന്നും കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദിവസം, അന്ന് മുതൽ അവരുടെ ആണ്ട് ആരംഭിക്കണം എന്ന് പറയുക. പെസഹ മുതൽ അത് ആരംഭിക്കണം എന്നവരോട് കൽപ്പിക്കുകയാണ്. കാര്യം, ആ കുഞ്ഞാടിന്റെ രക്തം മാനവരാശിക്ക് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് അവിടെ മുതൽ കാണിച്ചു തുടങ്ങിയ രണ്ടാമത്തെ വാക്യം മുതൽ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കണ്ടു തുടങ്ങിയാണ്. അന്ന് വരെ മൂന്നാമത്തെയോ നാലാമത്തെയോ മാസമായിരുന്നു. അബീബ് മാസത്തെ ഒന്നാമത്തെ മാസമാക്കിക്കൊണ്ട് കാര്യങ്ങൾ അവിടെ ആരംഭിക്കുകയും ഒരു റിലീജിയസ് കലണ്ടർ അന്ന് മുതൽ ആരംഭിക്കുകയും ആ കലണ്ടർ അവർ ഇന്നും ഫോളോ ചെയ്യുന്നു. അതിൽ അവരുടെ ആനുവൽ ഡേയ്സും ഹോളി ഡേയ്സും സേക്രഡ് ഡേയ്സും ഒക്കെ ആയിട്ട് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്ന ഒരു കലണ്ടറാണത്. അതിന്റെ മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരാം. ഇവിടെ ആ മൂന്നാമത്തെ വാക്യം നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. എല്ലാത്തിനും വളരെ സിഗ്നിഫിക്കൻസ് ഉള്ള വാക്യങ്ങളാണ്. ഓരോ വാക്യങ്ങളും വായിച്ച് നമ്മൾക്ക് അതിന്റെ അർത്ഥം ചേർന്ന് പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വ സംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ഇവിടെ ആ കലണ്ടറിൻ പ്രകാരം എല്ലാ ഇസ്രായേൽ കുടുംബവും അബീബ് മാസം 10-ാം തീയതി ഓരോ കുടുംബവും ഓരോരോ ആട്ടിൻകുട്ടിയെ വീതം എടുക്കണമെന്ന് പറയും. ഇത് കണ്ടില്ല, ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഓരോ കുടുംബവും ഓരോ ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 10-ാം തീയതി അബീബ് മാസം ആരംഭിക്കുക, അതിന്റെ 10-ാം തീയതി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണമെന്ന് പറയുക. അതിന്റെ രക്തം അവരുടെ ഭവനത്തിന്റെ കട്ടളപ്പടിമേലും അതിന്റെ കുറുമ്പടിമേലും പുരട്ടണം. അടുത്ത വാക്യത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഞാൻ ഈ അടുത്ത വാക്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അതിന്റെ രക്തം ഇങ്ങനെ അവരുടെ ഭവനത്തിൽ അതിന്റെ ഈ മെയിൻ ഡോറിന്റെ കട്ടളപ്പടി കുറുമ്പടി കണ്ടോ, ആ 2 കട്ടളപ്പടിമേലും അതിന്റെ കുറുമ്പടിമേലും ഈ സോപ്പ് തണ്ടുകൊണ്ട്, അതായത് ഒരു തളികയിൽ ഈ രക്തം എടുക്കണം, ഒരു കിണ്ണത്തിൽ ഈ രക്തം എടുക്കണം. ആ രക്തം എടുത്തതിന് ശേഷം ഈ സോപ്പിന്റെ തണ്ട് ചതച്ച് അത് ഈ രക്തത്തിൽ മുക്കി ഇതിന്റെ 2 ഡോർ പോസ്റ്റിലും അതിന്റെ ആ ലിൻഡൽ പോസ്റ്റിലും തളിക്കണം. ആ ലിൻഡൽ പോസ്റ്റിൽ നിന്ന് വീഴുന്ന രക്തം ഈ താഴത്തെ അടിപ്പട എന്ന് പറയുന്ന കട്ടളപ്പടി ഉണ്ടല്ലോ, നമ്മൾ ചവിട്ടുന്ന അടിപ്പട, അതിലൊരു ചെറിയ കുഴി ഉണ്ടാവും. ഈ മേലെ നിന്ന് വീഴുന്ന രക്തം അതിൽ വീണ് കിടക്കണം. ആ നിലയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ആ പടത്തിൽ കാണുന്നത് പോലെ തന്നെ രണ്ട് സൈഡിലും അതിന്റെ രക്തം പുരട്ടണമെന്ന് പറയുക. ഞാൻ ഈ പുറപ്പാട് പുസ്തകത്തിന്റെ തന്നെ 23 മുതലുള്ള വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ച് നിങ്ങളെ ഈ വിഷയത്തിലൂടെ ഒന്നുകൂടെ ഫെമിലിയർ ആക്കിയിട്ട് ഇതിന്റെ ആധികാരികതയിലേക്ക് കടക്കുകയാണ്. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും. കർത്താവ് ദൈവം അവരോട് കൽപ്പിച്ചതാ, ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇവിടുന്ന് പുറപ്പെടാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു പുറപ്പാടുണ്ട്. നിങ്ങളുടെ കാലിൽ ചെരുപ്പിട്ട് നിങ്ങളുടെ അരമുറക്കി നിങ്ങൾ ഇവിടെ നിന്നും ഇന്ന് രാത്രിയിൽ പുറപ്പെടാൻ പോവുകയാണ്. ഇന്ന് ഞാൻ മിസ്രയീമിനെ സന്ദർശിക്കും. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും. എന്നാൽ കുറുമ്പടിമേലും കട്ടളക്കാൽ 2-ന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞ് കടന്നു പോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് സംഹാരം വരുതാൻ സമ്മതിക്കയില്ല. ആ സംഹാര
സംഹാരകൻ ദണ്ഡിപ്പിക്കാനായിട്ട് വരുമ്പോൾ ഇവിടെ ആ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും രക്തം കണ്ടു കഴിയുമ്പോൾ he will pass over to the next house. അതാണ് പെസഹ, പാസ് ഓവർ എന്ന് പറയുന്നത്. അടുത്ത വാക്യം, ഈ കാര്യം നീയും പുത്രന്മാരും ഒരു നിത്യ നിയമമായി ആചരിക്കണം. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ ഇത് മറന്നു പോകുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇത് നിത്യ നിയമമായിരിക്കണം. ഇത് നിങ്ങൾ ഉള്ള കാലത്തോളം ഇതിനെ ആചരിക്കണം, ഇതിനെ ഓർക്കുവാൻ. യഹോവ അരുളി ചെയ്തതുപോലെ നിങ്ങൾക്ക് തരുവാനിരിക്കുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷവും നിങ്ങൾ ഈ കർമ്മം ആചരിക്കണം. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് നിങ്ങൾ പോവുകയാണ്. അവിടെ ചെന്നതിന് ശേഷവും നിങ്ങൾക്ക് ഇത് നിത്യ നിയമമായിരിക്കണം എന്ന് പറയുക. ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്, മിസ്രൈമിനെ ദണ്ഡിപ്പിക്കയിൽ മിസ്രൈമിൽ ഇരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞ് കടന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹ യാഗമാകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ജനം കുമ്പിട്ട് നമസ്കരിച്ചു. അങ്ങനെ അവർക്ക് കൽപ്പന കൊടുക്കുക, കാലാകാലങ്ങളായിട്ട് തലമുറയായിട്ട് നിങ്ങൾ ഇത് ഫോളോ ചെയ്യണം എന്ന് പറയുകയാണ്. ഇസ്രായേൽ മക്കൾ പോയി അങ്ങനെ ചെയ്തു. യഹോവ മോശയോടും അവരോട് കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു. ഇത് കാലാകാലങ്ങളായിട്ട് അവരുടെ ഇടയിൽ ചെയ്തു വരികയാണ്. ടു കമ്മമറേറ്റ് ദ ഡെലിവറൻസ് ഫ്രം ദ ബോണ്ടേജ് ഓഫ് ഈജിപ്റ്റ്. ആ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ഈജിപ്തിലെ സംഹാരകനിൽ നിന്നുമുള്ള വീണ്ടെടുപ്പ് കാണിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ് അവരത് ഇന്നും ചെയ്തു വരുന്നു. അന്ന് 2 തരം വീടുകളാണ് നമുക്ക് ഇസ്രായേലിൽ നോക്കിയാൽ കാണുവാൻ കഴിയുന്നത്. അതായത് ഒന്ന് കർത്താവിന്റെ രക്തം തളിച്ച വീടുകൾ, മറ്റേത് രക്തമില്ലാത്ത. ഈ വീടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ദേശം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അനേക വീടുകൾ കാണാം. അതിൽ 2 തരം വീടുകളാണ് അന്ന് രാത്രിയിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് കുഞ്ഞാടിന്റെ രക്തം തളിച്ച വീടും ഒന്ന് തളിക്കാത്ത വീടുകളും. ഈ 2 വ്യത്യാസമാണ് അന്ന് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് തിരിച്ചു വരാം, 4-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 4-ാമത്തെ വാക്യം നമ്മളോട് പറയുന്നത്, 4-ാമത്തെ വാക്യം അത് പറയുന്നത് ഇങ്ങനെയാണ്: ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവന്റെ വീട്ടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിനൊത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ഈ ആട്ടിൻകുട്ടിയെ എടുക്കുന്നത് ആപ്റ്റായിട്ട് ആ കുടുംബത്തിന് പറ്റിയ ഒരു ആട്ടിൻകുട്ടി ആയിരിക്കണം. അതായത് അതിന്റെ ഇറച്ചി അധികം വരാൻ ഇടയാകരുത്. അതിനെ നിങ്ങൾ കുറഞ്ഞത് 12 പേര് കൂടി കഴിക്കണം. പല റെഫറൻസുകളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മിനിമം 12 പേരെങ്കിലും ഉണ്ടായിരിക്കണം. അത്രയും ആൾക്കാർ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള വീട്ടുകാരനോട് ചേർന്ന് നിങ്ങൾ ഒരു ആടിനെ എടുക്കണം. കാര്യം അതിന്റെ ഒരു തരി പോലും മാംസം ബാലൻസ് വയ്ക്കുവാനോ പിറ്റേ ദിവസത്തേക്ക് ശേഷിപ്പാനോ ഇടയാകരുത്. ബൈ ചാൻസ് അങ്ങനെ എന്തെങ്കിലും ശേഷിച്ചാൽ അതിനെ കത്തിച്ച് കരിച്ചു കളയണമെന്ന്, ഒട്ടും ബാക്കി വയ്ക്കരുത്. ഇതിനെല്ലാം വളരെ ഇമ്പോർട്ടൻസും സിഗ്നിഫിക്കൻസും ഉള്ളതാണ്. ഈ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവന്റെ വീട്ടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിനൊത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. 5-ാമത്തെ വാക്യം, ഇവിടെ ആട്ടിൻകുട്ടി ഊനമില്ലാത്തതായിരിക്കണം, 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഇവിടെയെല്ലാം ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെയാണ് ഈ കാണിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഈ വാക്യങ്ങളിൽ കൂടെ ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യോഹന്നാൻ സ്നാപകൻ പറയുന്ന രംഗം നമുക്കറിയാം. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ കുഞ്ഞാടിനെയാണ് നമുക്ക് ഈ വാക്യത്തിലൂടെ ഒക്കെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഊനമില്ലാത്ത ഒരു കുഞ്ഞാടിനെ എടുക്കുവാനായിട്ട് പറയുകയാണ്. അത് ആ ആട്ടിൻകുട്ടി 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം. അത് ഊനമില്ലാത്തതായിരിക്കണം. അത് കോലാട്ടോ ചെമ്മരിയാട്ടിൻകുട്ടിയോ ആകാം. ആ ആട്ടിൻകുട്ടി ആക്ച്വലി പ്രതിനിധാനം ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് എന്ന് നമുക്ക് ഇതിനോടകം അറിയാം. കൊരിന്ത്യ ലേഖനത്തിലും അതിന്റെ 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്, ഇതാ നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അത് ക്രിസ്തു തന്നെ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്കറിയാം. ഈ കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അത് 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം, ഊനമില്ലാത്തതായിരിക്കണം. ഞാൻ ഊനമില്ലാത്ത ആ വിഷയം ഒന്ന് പറഞ്ഞതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് വരാം. അതായത് കർത്താവിൽ ഒരു ഊനവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഈ കുഞ്ഞാട് പ്രതിനിധാനം ചെയ്യുന്നത്. അവനിൽ ഒരു ഊനവുമില്ല. അവൻ വിശുദ്ധനും നിഷ്കളങ്കനും ഊനമില്ലാത്തവനും ആയിരുന്നു എന്ന് നമുക്കറിയാം. അവന്റെ ശിഷ്യന്മാർ, കൂടെ നടന്ന ശിഷ്യന്മാർ പറയുന്നു, അവൻ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, അവനിൽ ഒരു പാപവുമില്ല, അവനിൽ ഒരു ഊനവുമില്ല എന്ന് തന്നോട് കൂടെ നടന്ന ശിഷ്യന്മാർ സാക്ഷ്യം പറയുന്നു. പരിശുദ്ധ ആത്മാവ്
സാക്ഷ്യം പറയുന്നത് നമുക്കറിയാം. യോർദാൻ നദിയിൽ താൻ സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് പറയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ തിരുവചനം നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തിരുവചനം പറയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം അതിന്റെ 5-ാം അധ്യായം 21-ാം വാക്യം നിസ്തർക്കം പറയുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അവനിൽ പാപമില്ല, അവൻ പാപം അറിഞ്ഞിരുന്നില്ല. ഈ വാക്യം പറയുന്നത് പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. അവനിൽ ഒരു ഊനവുമില്ല, അവൻ ഊനമില്ലാത്ത കുഞ്ഞാടായിരുന്നു. റോമൻ ഗവർണർ പീലാത്തോസ് അവനെ വിധി കൽപ്പിക്കുവാനിരുന്ന റോമൻ ഗവർണർ പറയുന്നത്, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല, ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. അദ്ദേഹം ഒരു കുറ്റവും കാണാഞ്ഞിട്ട് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ്. അവനിൽ ഒരുത്തർക്കും ഒരു കുറ്റവും കാണാൻ കഴിഞ്ഞില്ല. അവനെ ക്രൂശിച്ച പടയാളികൾ പറയുന്നു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു എന്ന്. അവന്റെ കൂടെ ക്രൂശിച്ച കള്ളൻ പറയുന്നു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ. അവനിൽ ഊനമില്ലായിരുന്നു. ആ കുഞ്ഞാട് പവിത്രമായ കുഞ്ഞാടായിരുന്നു, അതിൽ ഊനമില്ലാത്ത കുഞ്ഞാടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ആ വാക്യത്തിൽ ചേർത്ത് പറയുന്നത് 5-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് അത് 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞാടായിരിക്കണം. 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞാടായിരിക്കണം. ചെമ്മരിയാടോ കോലാടോ ആകാം. ഇവിടെ 1 വയസ്സ് പ്രായം എന്തിനാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ യഥാർത്ഥ ആരോഗ്യമുള്ള സമയത്ത്, ആ ചുറുചുറുക്കുള്ള പ്രായം, ആ കുഞ്ഞാട് 1 വയസ്സിൽ അതിൻ്റെ ഏറ്റവും ശക്തിയേറിയ, ഏറ്റവും ചുറുചുറുക്കായ, ഏറ്റവും എന്താ പറയുന്നത്, ദ പ്രൈം ഓഫ് ഹിസ് ഹെൽത്ത്, മനസ്സിലായത്, ദ പ്രൈം ഓഫ് ഹിസ് ലൈഫ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലായി അസുഖം ബാധിച്ച് ഒന്നിനും കൊള്ളാത്ത ലെവലിലായി കഴിയുമ്പോഴത്തേന് അറക്കുന്ന രീതിയിൽ ഒരു ആടിനെയോ കർത്താവിന്റെ യാഗം അങ്ങനെയോ അല്ല നടക്കുന്നത്. ശരിക്കും ഒരു വോളണ്ടിയർലി വോളണ്ടിയറായിട്ട്, യഥാർത്ഥ പൂർണ്ണ മനുഷ്യനായിട്ട്, ആരോഗ്യത്തിൻ്റെ ഗാത്രനായിട്ട്, അല്ലെങ്കിൽ തൻ്റെ പൂർണ്ണ യൗവനത്തിൽ തന്നെ സമർപ്പിക്കുക. അതാ പറയുന്നത്, 1 വയസ്സുള്ള ആട്ടിൻകുട്ടിയാണ് ഏറ്റവും ചുറുചുറുക്കോട് അതിനുവേണ്ടി സമർപ്പിക്കപ്പെടേണ്ടത്. കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. 6-ാമത്തെ വാക്യം നോക്കാം നമുക്ക്. 6-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറക്കണം. കർത്താവിന്റെ ഈ കാൽവറി യാഗം, ഈ പെസഹായിലൂടെ ഓരോ സംഭവങ്ങളും അതുപോലെ വിരൽ ചൂണ്ടുകയാണ്. അതുപോലെ ഒപ്പിയെടുത്ത് കോപ്പി ചെയ്തതുപോലെ ഇവിടെ പുതുതായിട്ട് നമുക്ക് കാണാം. കർത്താവിന്റെ ആ കാൽവറി യാഗത്തിലൂടെ ഇത് നിറവേറുകയാണ്. ഇവിടെ അബീബ് മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. നമുക്കറിയാം, ഇതിനെ 10-ാം തീയതി എടുക്കണമെന്നാണ് പറയുന്നത്. അതിനുശേഷം 14-ാം തീയതി വരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ദിവസം ഇതിനെ സൂക്ഷിക്കണം. എന്താ ഈ 4 ദിവസത്തിന്റെ പ്രത്യേകത? 4 ദിവസം അതിന് ഊനമുണ്ടോ എന്ന് നോക്കണം. അതിനെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് നോക്കണം. 14-ാം തീയതി എടുത്ത് 14-ാം തീയതി തന്നെ അതിനെ അറക്കുവാനായിട്ട് പാടില്ല. 10-ാം തീയതി എടുക്കണം. 10-ാം തീയതി മുതൽ 14-ാം തീയതി വരെ അതിനെ ഒബ്സർവ് ചെയ്യണം, അതിനെ നിരീക്ഷിക്കണം. അതിലൊരു കുഴപ്പവും ഇല്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം 14-ാം തീയതി അതിനെ യാഗമാക്കണം. കർത്താവ് ഉലക സ്ഥാപനത്തിന് മുമ്പേ കാൽവറി യാഗത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടതാണ്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം, ഞാൻ ആ വാക്യം പെട്ടെന്ന് പ്രൊജക്ട് ചെയ്യാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഉലക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം. മനസ്സിലായ, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികൾ. എന്റെ വിഷയം ഉലക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടെന്നുള്ളതാണ്. ഈ കുഞ്ഞാടിനെ ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ കർത്താവ് ഇതിനു വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടതാണ്. ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഉലക സ്ഥാപനം മുതൽ ഈ കുഞ്ഞാട് ആ കാൽവറി യാഗത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്നു, നമുക്ക് വേണ്ടി ഒരു മറുവില യാഗമായി തീരുവാൻ മാറ്റപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഉലകം സ്ഥാപിച്ച നാൾ മുതൽ, ദൈവം ആദാമിനെ സൃഷ്ടിച്ച നാൾ മുതൽ കർത്താവിന്റെ ഈ കാൽവറി യാഗം വരെ നമുക്ക് ബൈബിളിൽ നിന്ന് ലഭ്യമാകുന്നത് 4000 വർഷത്തെ ഒരു കാലയളവാണ്. അതായത് ആദം മുതൽ നോഹ വരെ 1000 വർഷം, നോഹ മുതൽ അബ്രഹാം വരെ 2000 വർഷം, അബ്രഹാം മുതൽ മോശ വരെ 3000 വർഷം, മോശ മുതൽ കർത്താവ് വരെ 4000 വർഷം. അങ്ങനെ ഒരു കണക്കാണ് തിരുവചനത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. ഈ തിരുവചനത്തിലെ വ്യവസ്ഥ പ്രകാരം 1000 വർഷം അവന്റെ സന്നിധിയിൽ ഒരു ദിവസം പോലെ ഇരിക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. അവിടെ പറയുന്നത്, ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഈ 14-ാം തീയതി വരെ സൂക്ഷിക്കുന്നതിന്റെ കാര്യം, ഈ 4 ദിവസം ഇതിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആ നിരീക്ഷിക്കുമ്പോൾ അതിലൊരു ഊനവും ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം ഇസ്രായേൽ
സംഘം എല്ലാം ചേർന്ന്, ഇസ്രായേലിന്റെ ആ സഭയെല്ലാം ചേർന്ന് അതിനെ യാഗമാക്കണം. അവർ കൂടി ആലോചിച്ച് അവരെല്ലാം ചേർന്നിട്ട് അതിനെ ഈ യാഗത്തിനായി ഒരുങ്ങുന്നത് നമുക്ക് കാണാം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറക്കണം. ഈ സന്ധ്യാസമയത്തെ കൂടെ അല്പം ഒന്ന് കാണിക്കേണ്ടതായിട്ടുണ്ട്. അതായത് യഹൂദന്റെ സന്ധ്യ എന്ന് പറയുന്നത് വൈകിട്ട് 3 മണിയാണ്. നമ്മുടെ 3 മണി മുതലുള്ള സമയമാണ് ഈ സന്ധ്യാസമയം. 3 മണിക്കാണ് അവർ ഈ കുഞ്ഞാടിനെ അറക്കേണ്ടുന്നത്. അതാണ് അവരുടെ പാരമ്പര്യം. ഈ വൈകിട്ടത്തെ സന്ധ്യ എന്ന് പറയാൻ കാര്യം, കർത്താവ് യേശു ക്രിസ്തുവിനെ കാൽവറിയിൽ കർത്താവ് യാഗമായി തരുന്നത് യഥാർത്ഥത്തിൽ ഈ 3 മണി നേരമാണ്. അതായത് അവരുടെ 9-ാം മണി. യഹൂദന്റെ കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാം. ഞാൻ ആ യഹൂദന്റെ കലണ്ടർ ഒന്ന് പെട്ടെന്നൊന്ന് പ്രൊജക്ട് ചെയ്യാം, നിങ്ങളുടെ മെമ്മറി ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട്. ഇതാണ് യഹൂദന്റെ കലണ്ടർ. അതിൽ ആ കറുപ്പ് കളർ, ബ്ലാക്ക് കളറിൽ കാണുന്നത് നമ്മുടെ ടൈമും റെഡ് കളറിൽ കാണുന്നത് യഹൂദന്റെ ടൈമുമാണ്. അതിൽ നമ്മുടെ 12 മണി, രാത്രി 12 മണിക്കാണ് നമ്മുടെ ഒരു ഡേ ആരംഭിക്കുന്നത്. 12 മണി മുതൽ പിറ്റേ ദിവസം രാത്രി 12 മണി ആകുമ്പോൾ 24 hours ഒരു ഡേ നമ്മുടെ പൂർണ്ണമാകും. എന്നാൽ യഹൂദന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് സന്ധ്യയ്ക്ക് 6 മണി മുതലാണ്. സന്ധ്യയ്ക്ക് 6 മണി മുതൽ അടുത്ത ദിവസം 6 മണി വരെയാണ് അവന്റെ ഒരു ഡേ ആരംഭിക്കുന്നത്. 6 മുതൽ 7 വരെ അവന്റെ 1-ാമത്തെ അവറാണ്. 1-ാം മണി നേരം, 2-ാം മണി നേരം. ഈ റെഡ് കളറിൽ കാണുന്നത് അവരുടെ ടൈമാണ്. 3-ാം മണി നേരം എന്ന് പറയുന്നത് നമ്മുടെ രാവിലത്തെ 9 മണിയാണ്. അതുപോലെ തന്നെ അവരുടെ 6-ാം മണി നേരം എന്ന് പറയുന്നത് 12 മണിയാണ്, നമ്മുടെ ഉച്ചയ്ക്കത്തെ. അവരുടെ 9-ാം മണി എന്ന് പറയുന്നത് നമ്മുടെ 3 മണിയാണ്, ഉച്ചയ്ക്ക് ശേഷമുള്ള 3 മണി. ഇവിടെ വെച്ചാണ് സന്ധ്യ ആരംഭിക്കുന്നത്. കറക്റ്റ് നമ്മൾ തിരുവചനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാനായിട്ട് അവർ കൊണ്ടുപോകുമ്പോൾ ഇവിടെ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം, ആ വാക്യം ഞാനൊന്ന് പ്രൊജക്ട് ചെയ്യാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം എക്സാക്ട്ലി കർത്താവിനെ ക്രൂശിക്കുന്ന സമയം ഏതാണെന്നൊന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇതിനെല്ലാം ഒത്തിരി സിഗ്നിഫിക്കൻസ് ഉള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 45-46 വാക്യം ഞാൻ പെട്ടെന്ന് പ്രൊജക്ട് ചെയ്യാം. ഇതാണ് ഇവിടെ പറയുന്നുണ്ടല്ലോ. ഇവിടെ പറയാണ്, 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്ത് ഇരുട്ടുണ്ടായി. അതായത് ഇവിടെ നമ്മൾ ഈ കലണ്ടറിൽ കണ്ടത് 6-ാം മണി ഉച്ചയ്ക്ക് 12 മണിയാണ്. 12 മണി മുതൽ 9-ാം മണി ഈ 3 മണി വരെ, 12 മണി മുതൽ 3 മണി വരെ ദേശത്ത് ഇരുട്ടുണ്ടായി. കർത്താവിനെ ക്രൂശിച്ച സമയമാണ്. ക്രൂശിക്കുവാനായിട്ട് 9 മണിക്ക് ഇത് ആരംഭിച്ചതാണ്. 9 മണിക്ക് ക്രൂശിൽ തറച്ചതാണ്. അതിനുശേഷം 12 മണി ആയപ്പോൾ മുതൽ 3 മണി വരെ, അതായത് ആ 3 മണിക്കൂർ നേരം ഉലകം മുഴുവനും ഇരുട്ടുണ്ടായി. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതായത് ഈ സന്ധ്യാസമയത്ത്, ഏത് സമയത്ത് ഈ കുഞ്ഞാടിനെ അറക്കണമോ ആ സമയം കറക്റ്റ്, ആ സമയത്ത് തന്നെ ഈ പെസഹായുടെ കുഞ്ഞാടിനെ അറക്കുന്നത് പോലെ തന്നെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ ഒരു കാൽവറി യാഗം, അല്ലെന്നുണ്ടെങ്കിൽ കർത്താവിനെ ആ ക്രൂശിൽ മരണം നടക്കുകയാണ്. 14-ാം തീയതി അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം നമുക്കറിയാം. ബാശാൻ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, കാളകൾ എന്നെ വളഞ്ഞിരിക്കുന്നു, എന്റെ അങ്കിക്കായിട്ട് അവർ ചീട്ടിടുന്നു. 22-ാമത്തെ സങ്കീർത്തനം നമുക്ക് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ക്രൂശീകരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് അതിലും പ്രാവചനിക ഭാഷയിൽ എഴുതിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ഇസ്രായേൽ സഭയുടെ, അതായത് മഹാപുരോഹിതനും പൗരോഹിത്യ വൃന്ദവും സദൂക്യന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ചേർന്ന് യഹൂദന്മാരുടെ ഒരു വലിയ സഭ, ഒരു മഹാസഭ, ആ സഭയെല്ലാം കൂട്ടമായി സന്ധ്യാസമയത്ത് അതിനെ അറുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 7-ാം വാക്യം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ രക്തം കുറെ എടുത്ത് നിങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടളക്കാൽ 2-ന്മേലും കുറുമ്പടിമേലും പുരട്ടണം. അതായത് ഇവര് ആ രക്തം എടുത്തിട്ട് കുഞ്ഞാടിനെ അറുത്തിട്ട് സന്ധ്യാസമയത്ത് അതിനെ അറക്കണം. അറുത്തതിന് ശേഷം അതിന്റെ രക്തം എടുത്ത് നിങ്ങളുടെ കട്ടളപ്പടിമേലും ആ കുറുമ്പടിമേലും അത് പുരട്ടണം. ഞാൻ ഓർപ്പിച്ചല്ലോ, ആ കുറുമ്പടിമേൽ അത് പുരട്ടുമ്പോൾ ആ കുറുമ്പടിമേൽ നിന്ന് വീഴുന്ന രക്തം നേരെ താഴത്തെ ആ പടിമേൽ, അല്ലെങ്കിൽ ആ അടിപ്പടിമേൽ വീഴുകയും അവിടെ ഒരു ത്രഷോൾഡ് എന്ന് പറയുന്ന ഒരു ചെറിയ കുഴി മാതിരി അവർ അതിനെ ചെയ്തിരിക്കും. കാര്യം ഈ രക്തം അതിൽ വീണ് തളം കെട്ടി കിടക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം വീണ് പടരാതിരിക്കാൻ, ഒഴുകാതിരിക്കാൻ ആ ഒരു കുഴി മാതിരി അതിന്റെ ആ കട്ടള താഴത്തെ അടിപ്പടിയിൽ ഉണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പിക്ചർ ഒന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാകും. ആ യഥാർത്ഥത്തിൽ ആ ക്രൂശ് എന്ന് പറയുന്നത് ഇതാ ഇവിടെ പുരട്ടിയിരിക്കുന്ന ഈ രക്തം, ഇത് കണ്ടു കഴിയുമ്പോൾ
ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഇതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത് നോക്കിയേ, ഈ ഒരു രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്രൂശായി തീർന്നിരിക്കുന്നത്. രണ്ട് കൈയും രണ്ട് ആണി അടിച്ചിരിക്കുന്നത് പോലെ ആ ആണിയിൽ നിന്നും, ആ ആണിപ്പഴുതിൽ നിന്നും രക്തം ഒഴുകുന്നതാ കാണുന്നത്. തലയിൽ അടിച്ചിരിക്കുന്ന ആ മുൾക്കിരീടം, അതാണ് തലയിൽ ആ മേലത്തെ ലിൻഡലിൽ കാണുന്ന ആ രക്തം. അതിൽ നിന്ന് വീഴുന്ന രക്തം താഴത്തെ ആ ത്രെഷോൾഡ്, ആ ഒരു അടിപ്പടയുടെ കുഴിയിൽ ആ കാല് ചേർത്ത് വെച്ച് അടിച്ചിരിക്കുന്ന പോലെ കാണാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്രൂശ്. കറക്റ്റ് ആ പെസഹയാണ് അവര് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആചരിച്ചതെങ്കിലും കറക്റ്റ് ഒരു ക്രൂശ് അവിടെ തീർന്നിരിക്കുക. ആ കാൽവറി ക്രൂശിനെയായി ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. ആ കട്ടളപ്പടിമേലും ആ കുറുമ്പടിമേലുമുള്ള രക്തം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ആ 7-ാമത്തെ വാക്യം പറയുന്നത് കണ്ടില്ലയോ? ഈ രക്തം അതിന്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുഞ്ഞാടിന്റെ രക്തം അത് കർത്താവിന്റെ കയ്യിലും കാലിലും ആണിപ്പാടിലും തലയിലെ മുൾക്കിരീടത്തിലെ രക്തത്തെയും കാണിക്കുകയാണ്. ആ ക്രൂശിലൂടെ ഒഴുകിയ തങ്ക നിണത്തെ കാണിക്കുക. ഈ കുഞ്ഞാടിന്റെ രക്തം വിലയേറിയത്. ആ കുഞ്ഞാട് കർത്താവ് യേശു ക്രിസ്തുവിനെ നിദാനം ചെയ്യുന്ന ഈ കുഞ്ഞാടിന്റെ രക്തം, ഹല്ലേലൂയ, അത് ആ കട്ടളപ്പടിമേലും ആ കുറുമ്പടിമേലും പുരട്ടിയിരിക്കുക. ആ കുഞ്ഞാടിന്റെ രക്തം തളിച്ച കട്ടളപ്പടിയും കുറുമ്പടിയും പ്രതിനിധാനം ചെയ്യുന്നത് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട, നമുക്ക് വേണ്ടി ആ പ്രായശ്ചിത്ത യാഗമായി ആകപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗത്തെയാണ് ആ കട്ടളപ്പടിയും ആ കുറുമ്പടിയും പ്രതിനിധാനം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് സൈഡിലുമുള്ള രക്തം, ആ തലയിലെ രക്തം, ആ കാലിലെ ചേർത്ത് വെച്ചുള്ള രക്തമാണ് ആ ഡോർ പോസ്റ്റിലും ആ ലിൻഡൽ പോസ്റ്റിലും നമ്മൾ കാണുന്നത്. ഈ രക്തം ഇന്നും പവർഫുള്ളാണ്. ഈ രക്തം കർത്താവിന്റെ കാൽവറി ക്രൂശിന് മുമ്പ് മരിച്ചുപോയ വിശുദ്ധന്മാര് ഉയർത്തെഴുന്നേൽക്കും വണ്ണം ആ ക്രൂശീകരണവും ആ ക്രൂശിലൂടെ ഒഴുകിയ രക്തവും പവർഫുള്ളാണ്. ഹല്ലേലൂയ. മരിച്ചുപോയ അനേക വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കുന്ന വണ്ണം അത് പവർഫുള്ളാണ്. കർത്താവിനോട് കൂടെ ചേർത്ത് ക്രൂശിക്കപ്പെട്ട കള്ളൻ മാനസാന്തരപ്പെടാതെ അവന്റെ ആ പ്രാർത്ഥനയോട് തന്നെ അവൻ രക്ഷിക്കപ്പെടുന്ന നിലയിൽ അവനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ആ രക്തം പവർഫുള്ളാണ്. ഹല്ലേലൂയ. അതിനുശേഷം ജനിക്കുവാനിരുന്ന അനേക ആയിരങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ആ രക്തം പവർഫുള്ളാണ്. 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്നും എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ആ ക്രൂശ് പവർഫുള്ളാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ കാൽവറി യാഗം പവർഫുള്ളാണ്. ഹല്ലേലൂയ. തിരുവചനം നമ്മളെ അതിൽ കൂടെ ഓർപ്പിക്കുന്നത്, ഞാനൊരു വാക്യം ഒന്ന് കാണിച്ചോട്ടെ. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് കാണിക്കാം. അവിടെ പറയുകയാണ്, 1-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അവിടെ കണ്ടോ? അവിടെ പറയുന്ന കണ്ടോ? അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട രക്തമാണ്, നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട രക്തമാണ്. ആ രക്തം ഇന്നും പവർഫുള്ളാണ്. 2-13 വാക്യം കണ്ടോ? ഒരു സമയത്ത് നമുക്ക് ഇതിനോട് അടുക്കാൻ കഴിയത്തില്ലായിരുന്നു. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ, ഹല്ലേലൂയ, ഈ കാൽവറി രക്തം ഇന്നും പവർഫുൾ ആണ്. അത് നമ്മെ വീണ്ടെടുപ്പാൻ തക്കവണ്ണം ശക്തമായ, ഹല്ലേലൂയ, ആ കാൽവറി രക്തത്തിന്റെ അടുക്കിലേക്കാണ് നാം വന്നിരിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ അവർ പെസഹായിട്ട് ആചരിച്ച ആ പെസഹ പെരുന്നാൾ നമുക്ക് എത്രമാത്രം റെലവന്റ് ആയിരിക്കുന്നു. ഈ കാൽവറി ക്രൂശും ആ ക്രൂശിലൂടെ നിവർത്തിയായ ക്രൂശീകരണവും ഒക്കെ എത്രമാത്രം റെലവന്റ് ആയിരിക്കുന്നുവെന്ന് ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാകട്ടെ. ഇവിടെ ഞാൻ ഒരു ചെറിയ ചോദ്യം കൂടെ ചോദിച്ചതിന്റെ ഒരു വിശദീകരണം പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. അതായത്, എന്തിനാണ് കർത്താവ് ആക്ച്വലി കാൽവറിയിൽ മരിക്കുന്നത്? എന്തിനാണ് ഈ കാൽവറി യാഗം നിറവേറുന്നത്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ആദാമ്യ പാപം, ആ പാപത്തിൽ നമ്മൾ എല്ലാവരും പാപികളാണ്. കാര്യം ആദാമിന്റെ ബ്ലഡ് ലൈനിലാണ് നമ്മൾ എല്ലാവരും ഈ ലോകത്തിൽ വന്നിരിക്കുന്നത്. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം അത് അസന്നിഗ്ധമായിട്ട് പറയുക. ഇവിടെ നോക്കിയേ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ ആരും പാപം ചെയ്തില്ലെങ്കിലും നമ്മൾ മരിക്കും. കാര്യം പാപത്തിന്റെ ശമ്പളം മരണം എന്നുള്ളത് ദൈവിക
കൽപ്പനയാ, ദൈവിക പ്രിൻസിപ്പിളാ. അതുകൊണ്ട് ഏക മനുഷ്യനാൽ, അതായത് ആദാം പാപം ചെയ്തതുകൊണ്ട്, നാം ചെയ്ത പാപം കൊണ്ടല്ല, മറിച്ച് ആദാം ചെയ്ത പാപം കൊണ്ട് പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇന്ന് ഞാൻ സാധാരണ ഓർപ്പിക്കാറുള്ളത് പോലെ 2 വയസ്സുള്ള ഒരു കുഞ്ഞ് മരിക്കുന്നത് അവന്റെ പാപം കാരണമല്ല, മറിച്ച് ആദാമ്യ പാപമാണ്. ആ ബ്ലഡ് ലൈനിലാണ് അവൻ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ വിഷയം. നമ്മൾ എത്ര മഹാനായിട്ട് ജീവിച്ചെന്ന് പറഞ്ഞാലും നാം ജനിച്ചിരിക്കുന്നത് ആദാമ്യ ബ്ലഡ് ലൈനിലാണ്. അതുകൊണ്ട് നമ്മുടെ അന്ത്യമെന്ന് പറയുന്നത് ഈ പാപത്തിന് പരിഹാരം വരാത്തിടത്തോളം കാലം നമ്മൾ എത്ര ഹരിചന്ദ്രനാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാം മരിച്ച് മൺമറഞ്ഞ് നിത്യ നരകാഗ്നിയിലേക്ക് പോകും. അതായത് എറ്റേണൽ ലേക്ക് ഓഫ് ഫയറിലേക്ക് പോകും. അതിൽ രണ്ടെന്നൊരു പക്ഷമില്ല. അത് ദൈവിക കൽപ്പനയാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്ത ആ ബ്ലഡാണ് എന്നിലും നിങ്ങളിലും ഓടുന്നത്. അതാണ് ഇവിടെ കർത്താവിന്റെ കാൽവറി യാഗത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. ആ പാപത്തിൽ നമ്മളെ വീണ്ടെടുത്തില്ലെങ്കിൽ നാം എന്നേക്കുമായിട്ട് മരിക്കും. ഈ ലോകത്തിൽ നിന്ന് നമ്മളുടെ ഈ ശരീരത്തെ വിട്ട് നമ്മൾ വേർപെടും. അതൊരു വേർപാടാണ്. എന്നാൽ അതിനുശേഷം ഒരു 2ാം മരണമുണ്ട്. ആ 2ാം മരണത്തിൽ നമ്മൾ നിത്യ നരകത്തിലേക്ക് തള്ളും. കാര്യം നമ്മുടെ ആ പാപത്തിന് പരിഹാരം നാം വരുത്തിയിട്ടില്ല. ആ പാപ പരിഹാരം ദൈവം വരുത്തിയത് നമ്മൾ സ്വീകരിച്ചിട്ടില്ല. ആ പാപത്തിന് ദൈവം ഒരു പരിഹാരം ആദ്യം വരുത്തണം. ആ പാപ പരിഹാര യാഗമാണ് ഈ കാൽവറിയിലൂടെ നിറവേറുന്നത്. ഇവിടെ നമുക്ക് ആദാമ്യ പാപത്തിൽ നിന്നൊരു വീണ്ടെടുപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു പാപ പരിഹാരം ഇവിടെ ഉണ്ടാകണം. ഒരു മറുവില അതിന് കൊടുക്കണം. നമുക്ക് ദൈവം നീതിമാനാണ്, സാത്താനത അന്യായമായിട്ട് ചെയ്തതാണ്, അതുകൊണ്ട് അത് ഞാൻ നള്ളിഫൈ ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ കഴിയത്തില്ല. അതിന് മനുഷ്യൻ ചെയ്ത പാപത്തിനൊരു പരിഹാരം ഇവിടെ ഉണ്ടാകണം. ആ പരിഹാരം എന്ന് പറയുന്നത് ഒരു പരിശുദ്ധ രക്തം അതിന് മറുവിലയായിട്ട് കൊടുക്കണം. വേറെ ഉലകത്തിലുള്ള യാതൊരു സംഗതികൾക്കും ആ പാപത്തിന് പരിഹാരമാകാൻ കഴിയത്തില്ല. അങ്ങനെ കഴിയുമായിരുന്നുവെങ്കിൽ അത് ഏദൻ തോട്ടത്തിൽ ദൈവം ചെയ്തിരുന്നേനെ. ഉലകത്തിലുള്ള യാതൊരു സംഗതികൾക്കും അതിനൊരു മറുവില, ഒരു റാൻസം ആകാൻ പറ്റത്തില്ല. അതിന് വേണ്ടുന്നത് ഒരു പരിശുദ്ധ രക്തം അതിന് മറുവിലയായിട്ട് കൊടുക്കണം. അതാരാണ് ആ പരിശുദ്ധ രക്തം കൊടുക്കാൻ കഴിവുള്ളത്? ഹരിചന്ദ്രനെ കൊണ്ട് പറ്റുമോ? ഇല്ല. മഹാത്മാ ഗാന്ധിജിയെ കൊണ്ട് പറ്റുമോ? ഇല്ല. മദർ തെരേസയെ കൊണ്ട് പറ്റുമോ? ഇല്ല. മാർപ്പാപ്പായെ കൊണ്ട് പറ്റുമോ? ഇല്ല. കാര്യം അവരെല്ലാവരും ആദാമ്യ രക്തത്തിൽ പിറന്നവരാണ്. അവരുടെ ബ്ലഡ് ആദാമിന്റെ രക്തത്തിന്റെ ആ ഒരു ലിനിയേജിലാണ് അവർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ബൈ ബർത്ത് അവർ പാപികളാണ്. ഒരു പരിശുദ്ധ രക്തം അവരിൽ ഇല്ല. അവരിനി ഒരു യാഗമായാലും അതുകൊണ്ട് ഒരു ഗുണവും വരത്തില്ല. ഇതിന് എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിശുദ്ധ രക്തം. അത് എവിടെ വരും? അത് എങ്ങനെ കിട്ടും? അത് ദൈവം മനുഷ്യനായിട്ട് അവതരിക്കണം. പരിശുദ്ധനായ ദൈവം മനുഷ്യനായിട്ട് അവതരിക്കണം. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ ദൈവം മനുഷ്യനായി ലോകത്തിൽ അവതരിക്കുകയും ഈ മനുഷ്യൻ ചെയ്ത പാപം തന്റെ തോളിൽ ഏറ്റിക്കൊണ്ട് നമുക്ക് പകരമായിട്ട് കർത്താവ് കാൽവറിയിൽ യാഗമായിരിക്കുക. അങ്ങനെ നമ്മുടെ മരണം അവന്റെ മരണമായി മാറിയിരിക്കുക. എന്താ താങ്കൾ ഈ പറയുന്നതെന്ന് ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒരു വാക്യം ഞാനൊന്ന് കാണിച്ചോട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിന്റെ പോർഷൻ ബിയും 15-ാം വാക്യവും ഞാനൊന്ന് കാണിക്കാം. ഇത് കണ്ടില്ലയോ? ഇവിടെ പറയുന്നത് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. മനസ്സിലാകുന്നുണ്ടോ ഞാൻ എന്താ പറയുന്നതെന്ന്? നമുക്ക് വേണ്ടി കർത്താവ് എല്ലാവർക്കും വേണ്ടി, ഉലകത്തിലുള്ള സകല മാനവരാശിക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ ആദാമിന്റെ പാപം എങ്ങനെ നമ്മിൽ വന്നോ? നാം ഒരു പാപവും ചെയ്യാതെ ആദാമിനെ കണ്ടിട്ടില്ല. ആദാം ആരാണെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് 4000 വർഷം മുമ്പ് ജീവിച്ചു മരിച്ച ഒരു വ്യക്തി ചെയ്ത പാപം ഇന്നും എന്നിൽ എങ്ങനെ വന്നോ അതിൻ പ്രകാരം കർത്താവായ യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, അടുത്ത വാക്യം നോക്കിയേ, ജീവിച്ചിരിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഈ വാക്യത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന കാൽവറി യാഗത്തിന്റെ പ്രസക്തി ഇവിടെയാണ്.
എന്നെയും നിങ്ങളെ വീണ്ടെടുക്കുവാൻ ഞാൻ മരിക്കേണ്ടുന്ന, ഞാൻ നിത്യ നരകത്തിൽ പോകേണ്ടുന്ന മരണത്തിന് എന്നെ വിധേയനാക്കാതെ കർത്താവ് എന്റെ മരണം തന്റെ തോളിലേറ്റി എനിക്ക് പകരമായിട്ട് കാൽവറിയിൽ യാഗമായിരിക്കുക. ആ കാൽവറി യാഗത്തിലെ വിശ്വാസത്താൽ ആ കുഞ്ഞാടിന്റെ രക്തം ആ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും തളിച്ച് എങ്ങനെ സംഹാരകനിൽ നിന്ന് അവർ വിടുതൽ പ്രാപിച്ചോ, അതുപോലെ ഇന്ന് ഈ കാൽവറി രക്തത്തിലെ വിശ്വാസത്താൽ അതിന് പ്രായശ്ചിത്ത യാഗം ദൈവം നടത്തി ഒരു പാപ പരിഹാരം ഇന്ന് ലോകത്തിന് വരുത്തിയിരിക്കുക. ആ പാപ പരിഹാര യാഗത്തിലെ വിശ്വാസത്താൽ ഞാനും നിങ്ങളും രക്ഷപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. റോമാലേഖനം 3-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പറയുക, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത യാഗമായി തീർന്നു. അവനിൽ ആ യാഗത്തിൽ നാം വിശ്വസിച്ചു കഴിയുമ്പോൾ കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്ന ഒരു സുവർണ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുക. ഇന്ന് ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് സാധ്യമാക്കാൻ കഴിയുന്ന ഒരു കാലത്ത് നാം ആയിരിക്കുക. ഈ യാഗത്തിന്റെ പ്രസക്തി അതാ, ഈ പെസഹായുടെ പ്രസക്തി അതാ, ഈ ക്രൂശ് മരണത്തിന്റെ പ്രസക്തി അതാണ്. ഞാൻ വളരെ സ്നേഹമായിട്ട് നിങ്ങളെ ഓർപ്പിക്കുക. ഹല്ലേലൂയ. എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിരുന്ന ആണ്ടുകളുടെ ആരംഭ മാസമായിട്ട് അബീബ് മാസത്തെ കാണുവാൻ തക്കവണ്ണം കർത്താവിന്റെ ആ കാൽവറി യാഗം ദൈവത്തിന്റെ റിലീജിയസ് കലണ്ടറിലെ 1-ാമത്തെ മാസം 1-ാമത്തെ ദിവസം മുതൽ കാര്യങ്ങൾ ആരംഭിക്കുക. ഹല്ലേലൂയ. ഇത്ര സിഗ്നിഫിക്കന്റ് ആയിട്ട്, ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഇത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുക. ഇവിടെ കർത്താവ് മരിക്കുന്നത് പാപത്തിന്റെ ശമ്പളമായിട്ടുള്ള, നിങ്ങളിൽ പലർക്കും ഒരു പക്ഷെങ്കിൽ തോന്നാം, കർത്താവിൽ പാപമില്ലായിരുന്നു, മനുഷ്യനായിട്ട് തന്നെയല്ലേ കർത്താവ് ജനിച്ചത്. കൊരിന്ത്യർ ലേഖനം ഞാൻ ഒന്ന് കാണിച്ചതാ, വീണ്ടും ഒന്നുകൂടെ കാണിക്കാം. അതിന്റെ 21-ാമത്തെ വാക്യം പറയുക, പാപം അറിയാത്തവനെ നാം ദൈവത്തിൽ, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവവചനം പറയുക, for he hath made him to be sin for us who knew no sin, that we might be made the righteousness of God in him. പാപം അറിയാത്തവനെ, അവൻ പാപം ചെയ്തിട്ടില്ല, പാപം കണ്ടിട്ടില്ല, പാപം അറിഞ്ഞിട്ടില്ല. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. കർത്താവ് പാപത്തിന്റെ ശമ്പളം മരണം എന്നുള്ള ഒരു നിയമപ്രകാരമല്ല കാൽവറിയിൽ മരിക്കുന്നത്. കർത്താവിന് മരിക്കേണ്ടെന്ന് ആവശ്യമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് ആദാമ്യ ബ്ലഡ് ലൈനിലല്ല വന്നത്, അവനിൽ പാപമില്ല. കർത്താവ് പരിശുദ്ധ ആത്മാവിനാലാണ് കന്യകാമറിയത്തിന്റെ ഗർഭത്തിൽ ഉത്ഭവിക്കുന്നത്. കന്യാമറിയത്തിൽ അവൻ ഉത്ഭവിക്കുന്നത്. അവൻ പാപത്തിന്റെ ശമ്പളം മരണമെന്ന നിയമത്തിന് വിധേയനല്ല. അതുകൊണ്ട് തന്നെ അവന്റെ ശരീരത്തിന്മേലോ അല്ലെന്നുണ്ടെങ്കിൽ അവന്റെ ആത്മാവിന്റെ മേലോ സാത്താൻ ഒരു അധികാരവുമില്ല. ആ ക്രൂശിൽ അവൻ മരിക്കുവാൻ, അവന്റെ ജീവൻ എടുക്കുവാനായിട്ട് സാത്താൻ വരുമ്പോൾ അവന്റെ ജീവനുമായിട്ട് സാത്താൻ ഒരു ബന്ധവുമില്ല. കാര്യം സാത്താന്റെ ആ പിടിയിൽ അവന്റെ ജീവൻ ഇല്ല. അവന്റെ അധികാരത്തിൽ കർത്താവിന്റെ ജീവനില്ല. കർത്താവ് അതിനു മുൻപേ തന്റെ ജീവനെ പിതാവിന്റെ കയ്യിലേക്ക് ദൈവം തന്നെ പരമേൽപ്പിക്കുക. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു മരിക്കുക, അല്ലാതെ പാപത്തിന്റെ ശമ്പളമായിട്ട് മരിക്കുകയല്ല. അവൻ തന്റെ പ്രാണനെ പിതാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ വാക്യം കൂടെ ഞാനൊന്ന് കാണിച്ച് ഇത് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം 46-ാമത്തെ വാക്യം ഒന്ന് കാണിക്കാം. 46-ാമത്തെ വാക്യം അവിടെ പറയുന്നത് കണ്ടോ? 46-ാമത്തെ വാക്യം, യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിലേൽപ്പിക്കുന്നു. സാത്താൻ എടുക്കുകയല്ല. ഈ മരണത്തിന് സാത്താൻ ഒരു അധികാരവുമില്ല എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. അന്ന് രാത്രിയിൽ മിസ്രൈമിൽ ഇസ്രായേൽ ജനം പാർക്കുന്ന ഗോശേൻ ദേശത്ത് ആ കുഞ്ഞാടിന്റെ രക്തം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും തളിച്ചിരിക്കുന്ന ആ വീടുകളിൽ പാർത്തിരുന്ന ജനത്തിന്റെ വിശുദ്ധിയുടെ ആഴമോ അവരുടെ ദൈവസ്നേഹത്തിന്റെ ആഴമോ നോക്കിയിട്ടല്ല സംഹാരകൻ ആ ഭവനത്തെ വിട്ട് മാറിപ്പോയത്. സംഹാരകനിൽ നിന്നും അവര് രക്ഷപ്പെട്ടത് അവരുടെ വിശുദ്ധി നോക്കിയിട്ടില്ല, മറിച്ച് കർത്താവിന്റെ ആ കുഞ്ഞാടിന്റെ ആ കാൽവറി നിണം ആ കട്ടളപ്പടിമേൽ കണ്ടതുകൊണ്ടാണ്. അങ്ങനെ നിങ്ങളെയും രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം, നിങ്ങളും വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ തക്കവണ്ണം ആ രക്തം പരിശുദ്ധമാണ്, ആ രക്തം പവർഫുൾ ആണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അപേക്ഷിക്കുക, ഇന്ന് ആ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിക്കുവാൻ, ആ തങ്ക നിണം ഇന്ന് നിങ്ങളെയും വീണ്ടെടുപ്പാൻ തക്കവണ്ണം പവർഫുൾ ആണ്. ഓൺലി ജീസസ് ക്രൈസ്റ്റ്, ഓൺലി ദ ബ്ലഡ് ഓഫ് ലാംബ് can save you, can help you pass over from death to the eternal life. നിത്യ നരകത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടക്കുവാൻ ആ രക്തം ഇന്നും പര്യാപ്തം.
അതിനായിട്ട് സമർപ്പിക്കപ്പെടുവാൻ, ആ കാൽവറി നിണത്തിലൂടെ വീണ്ടെടുപ്പ് പ്രാപിക്കുവാൻ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുക. ദൈവം അതിനായിട്ട് സഹായിക്കട്ടെ. ഈ ഒരു വീഡിയോ മുഴുവനും ആ പെസഹായിലൂടെ ആരംഭിച്ച ആ ഒരു വലിയ ദൈവിക പദ്ധതി, കാൽവറി ക്രൂസിലൂടെ നിറവേറുന്നത് വരെയുള്ള ആ ദൈവിക പദ്ധതി 2 കാലഘട്ടത്തിലും നിറവേറിയിരിക്കുന്നത് കണ്ട് ഹല്ലേലൂയ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, നിങ്ങളുടെ ദൈവസ്നേഹം വർദ്ധിക്കുവാൻ, ദൈവത്തോടുള്ള ആഴമായ നന്ദി വർദ്ധിക്കുവാൻ ഇതിലൂടെ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. God bless you.